ഷെയ്ത്വാനെ നന്നാക്കുക. പിന്നെ ഇയാൾ KVM പന്താവൂർ പരിഭാഷപ്പെടുത്തിയ സമ്പൂർണ്ണ മനുഷ്യൻ അബ്ദുൽ കരീം ജിയലി എന്ന സൂഫിയുടെ അൽ ഇൻസാനുൽ കാമിൽ പച്ച മലയാളത്തിലുണ്ട്. അതിലുള്ള സംഭവമാണ് ഈ പറയണത്. ഷെയ്ത്വാനെ നന്നാക്കൂത്തരെ. അതിനുള്ള കഴിവ് ആർക്കുണ്ട്? ഇവരെ കാഴ്ചപ്പാടിൽ ഔലിയാക്കൾക്കുണ്ട്. നമ്മൾ ചർച്ച കിട്ടൂ. ഇന്ന് സമസ്തയിൽ പൊരിഞ്ഞ യുദ്ധം. അപ്പം അള്ളാഹു അറിയുന്നത് പോലെ ഇവിടെ വേറുള്ളവരെ അറിയും എന്ന് പടച്ച റബ്ബിൻ്റെ കഴിവുകൾ വകവെച്ചു കൊടുത്താൽ പടച്ച റബ്ബല്ലാത്തതിനെ ഇലാഹാക്കി. അപ്പം ഞങ്ങൾ ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഇവർക്ക് ഈ കഴിവ് വകവെച്ചു കൊടുക്കുന്നത്. ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഞങ്ങൾ ദുആ ചെയ്യണത്. ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പറയുന്നത് പാമര മനുഷ്യരെ പറ്റിക്കലാണ്. പേരോട് മുസ്ലിയാർ പറയുന്നു കൊടുത്ത കഴിവെന്ന് പറയാൻ പറ്റില്ല, കൊടുക്കുന്ന കഴിവ്. പൊന്മള മുസ്ലിയാർ പച്ചക്ക് ഫത്വ കൊടുത്ത കഴിവ് ഔദാര്യമായി കൊടുത്തതാണ്. എന്നിട്ട് അതിന് എത്ര ആയത്തൊരു ദുർവ്യാഖ്യാനിച്ചു. എന്ത് ആ ആയത്ത് ഇന്ന് സമസ്തയിലെ ചില ആളുകൾക്ക് ഓതാൻ ഒരു പ്രയാസം? എന്തേ പ്രയാസം? അത് ഓതി പ്രസംഗിക്കുന്നവരെ മുർത്തദ്, കാഫിർ, മുശ്രിക്ക് നാക്കുന്ന അവസ്ഥയ്ക്ക് പേരോടക്കമുള്ളവരെത്തിയില്ലേ? സമസ്തയുടെ ഒരു തൗഹീദ് ഇങ്ങനെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, ഇപ്പോൾ CM മടവൂരിൻ്റെ മുമ്പും ശേഷവും എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് സമസ്തയുടെ തൗഹീദ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെപ്രാളങ്ങളും അവിടെ പാളയത്തിലുള്ള അടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ചില കാട്ടിക്കൂട്ടലുകൾ, ഇപ്പോൾ ഈ ജൂൺ മാസത്തിലെ സുന്നി വോയിസ് മാസിക, അതിൽ പിന്നെ മുജാഹിദുകളെ മുശ്രിക്കാക്കാനുള്ള ഒരു ശ്രമം, അതുമായിട്ടാണ് അത് പടച്ചിറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം. എന്താണ് ആ പിന്നെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യവും മുസ്തസ്ലായി? ഇവിടെ സമസ്തയുടെ പിന്നെ സുപ്രധാന ദ്വൈവാരികയാണ് സുന്നി വോയിസ്. അപ്പോൾ അതിൽ പിന്നെ ഒരാളുടെ ലേഖനം ഷിർക്ക് തളം കെട്ടി നിൽക്കുന്ന സലഫി തൗഹീദുകൾ എന്നാണ്. അപ്പോൾ ഈ ഹെഡിങ് വായിച്ചപ്പോൾ മനസ്സിൽ തോന്നിയത് എന്താ വെച്ചാൽ ഷിർക്ക് അണപൊട്ടി ഒഴുകുന്ന സമസ്ത തൗഹീദുകൾ, അതാണൊന്നുകൂടി നല്ലതെന്നാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ അകം വായിച്ചപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുക എന്ന ഒരു തന്ത്രമാണ് ഇവിടെ മുസ്ലിയാർ പയറ്റിയിട്ടുള്ളത്. അതിന് ഒരു മുഖ്യ കാരണമുണ്ട്. ആ കാരണം എന്താ വെച്ചാൽ ഇതിൽ പറഞ്ഞു വരുന്നുണ്ട്, 100 വർഷം വിശദീകരിച്ചിട്ടും മുജാഹിദുകൾക്ക് തൗഹീദിൻ്റെ കാര്യത്തിൽ ഇന്നും ഏകാഭിപ്രായത്തിലെത്താനായിട്ടില്ല. പരസ്പരം മുശ്രിക്കാക്കി അവരുടെ തൗഹീദിലേക്ക് മറ്റു ഗ്രൂപ്പുകാരെ ക്ഷണിക്കുന്നതിലാണ് എല്ലാ വഹാബികൾക്കും ഉത്സാഹം എന്നൊരു ഭാഗം ഇതിലുണ്ട്. അപ്പോൾ ഈ ഭാഗം വായിച്ചപ്പോഴാണ് ഈ ലേഖനത്തിൻ്റെ പ്രസക്തി മനസ്സിലായത്. അതെന്താണ്? ഇപ്പോൾ സമസ്ത 100 വർഷം തികച്ചു എന്നാണ് പറയണത്. 100 വർഷം തികച്ചപ്പോഴാണ് സമസ്തക്ക് മനസ്സിലായത് ഇതുവരെ കൊണ്ട് നടന്നതൊക്കെ വലിയ രീതിയിലുള്ള ഷിർക്കും കുഫറും മുർത്തദ് വരെ ആകാൻ വകുപ്പുള്ള ആശയങ്ങളാണ് ഇതുവരെ കൊണ്ട് നടന്നത്. അപ്പോൾ ആ ആശയങ്ങൾ ഇപ്പോൾ വലിയ അങ്ങാടി ചർച്ചയായി പരസ്പരം അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാദം കുഫറിൻ്റെ വാദമാണ്, മുർത്തദായ വാദമാണ്, അല്ലെങ്കിൽ ഷിർക്കിൻ്റെ വാദമാണ്, കടുത്ത കുഫറാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആരുള്ളത്? സമസ്തയുള്ളത്. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കത്തിജ്വലിക്കുകയാണ്. അപ്പോൾ അത് മെല്ലെ മറച്ചു വെക്കാനാണ് നമ്മുടെ മുസ്ലിയാർ എന്താക്കിയത്, ഈ ലേഖനം യഥാർത്ഥ മുജാഹിദുകളുടെ പേരിൽ പിന്നെ അവരെ ക്രൂശിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി എഴുതിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ വസ്തുത. അത് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഏതായിരുന്നാലും ഇതിൻ്റെ തുടക്കത്തിൽ ഇയാൾ പറഞ്ഞൊരു സംഗതി എന്താ വെച്ചാൽ, കേരളത്തിലേക്ക് വരിക, തൗഹീദ് സംബന്ധമായി ഇവിടെ പ്രധാനമായും 3 ധാരകൾ നിലനിൽക്കുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅ ബ്രാക്കറ്റിൽ മുഖ്യധാര മുസ്ലിങ്ങൾ അഥവാ സമസ്തയാണ് ഇപ്പോൾ ഉദ്ദേശം. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സമസ്തയാണ്. അതെ. ഈ ഇങ്ങനെ ഒരു അവകാശം ഉന്നയിക്കുമ്പോൾ ഇത് ഒരു വ്യർത്യ അവകാശമാണ്. ഒരു നിലക്കും ഇത് ശരിയല്ല. എന്തുകൊണ്ട്? പരസ്യമായ യാഥാർത്ഥ്യമാണ്. സമസ്ത സ്ഥാപിതമായ തന്നെ അള്ളാനെ വിളിക്കാനല്ല. ബാഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മൊഹീദ്ദീൻ ഷെയ്ഖിനെ യാ ഗൗസ് യാ മൊഹിയുദ്ദീൻ എന്ന് വിളിക്കാനാണ് സമസ്ത സ്ഥാപിക്കപ്പെട്ടത്. മുസ്ലിയാക്കന്മാർ പച്ചക്ക് പ്രസംഗിച്ചതാണ്. കൃത്യമായ ഒരു മറുപടി അവർക്ക് അതിനില്ല. 2,
സമസ്തയുടെ പ്രസിദ്ധമായ 8-ാം പ്രമേയം. ആ പ്രമേയത്തിലുള്ളത് എന്താ? മരണപ്പെട്ടവരെ നേരിട്ട് വിളിക്കണം എന്നാണ്. നേരിട്ട് വിളിക്കണം എന്നാൽ ഓരോട് പ്രാർത്ഥിക്കണം എന്നാണ്. അതേപോലെ വിപൽ ഘട്ടങ്ങളിൽ അവരെ വിളിച്ച് ഇസ്തിഗാസ സഹായം തേടണം എന്നാണ്. അവർക്ക് സ്വന്തമായി എന്തോ പ്രത്യേകതയുണ്ട് എന്ന നിലക്ക് അവരെ ഇടയിൽ വെച്ചുകൊണ്ട്, അവരെ ഹക്കും ജാവും ബർക്കത്തൊക്കെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് തേടണം. ഇത് ഒരു പ്രമേയമായി പഠിപ്പിച്ച ആളുകളാണ് എന്താ അവകാശപ്പെടുന്നത്? ഇസ്ലാമിൻ്റെ തൗഹീദ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണിത് ഒരു വ്യാജവാദം എന്ന് പറയാൻ കാരണം. ഇനി തീർന്നില്ല, സമസ്തയുടെ സമസ്ത മാലകൾ എടുക്കുക, എല്ലാ മാലകളും എടുത്തു വെക്കുക. മൊഹീദ്ദീൻ മാല, റിഫായി മാല, അഷറക്ക ബൈത്ത്, യാക്രമ ബൈത്ത്, എല്ലാം ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ, ഇപ്പോൾ ഈ അടുത്ത് വരെ CM മടവൂരിൻ്റെ പേരിലൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന മാലകൾ എടുക്കുക. ആ മാലകളിലെല്ലാം ഉള്ളത് ആരെ വിളിച്ചുകൊണ്ടാണ്? ആ മാല ആരെ പേരിലാണ്? അയാളെ വിളിച്ചുകൊണ്ട്. ഇപ്പോൾ കുത്തുബിയത്ത്, 2 കുത്തുബിയത്തുണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്തുണ്ട്, കായൽ പട്ടണത്തുകാരൻ്റെ കുത്തുബിയത്തുണ്ട്. അതിലും പച്ചക്ക് വിളിക്കുന്നത് ആരെ തന്നെയാണ്? മൊഹീദ്ദീൻ ഷെയ്ഖിനെയാണ്. മൊഹീദ്ദീൻ മാല പുതിയതുണ്ട്, പഴയതുണ്ട്, 2 സമസ്ത അംഗീകരിക്കുന്നതാണ്. അതിലൊക്കെ ഉള്ളത് അള്ളാഹിനെ വിളിക്കലല്ലോ, പ്രത്യേക നിബന്ധനയോടുകൂടി അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക. അതേപോലെ ഈ ഷിയാക്കൾ കൊണ്ടുവന്ന കൊടുത്ത കഴിവ് വാദം, മഹാന്മാർക്ക്, മരണപ്പെട്ടവർക്ക് അള്ളാഹു ജീവിതകാലത്ത് മരണശേഷം എന്തിനും ഏതിനും കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇത് മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളിൽ നിന്ന് ഷിയാക്കൾ കടമെടുത്തതാണ് പച്ചക്ക്. അത് ഇവിടെ പ്രചരിപ്പിച്ചവരാണ് ആര്? സമസ്തക്കാർ. അതിലാണ് അവരെ ആശയം. അതേപോലെ തന്നെ പിന്നെ ഈ വ്യാജ ത്വരീക്കത്തുകൾ, എത്ര ത്വരീക്കത്തുകളാണ്! ഈ ത്വരീക്കത്തുകളെല്ലാം പഠിപ്പിക്കുന്ന അദ്വൈത അവതാരവാദം. ഒരു ത്വരീക്കത്തിലും ഈ വാദം ഇല്ലാതെ പോകുന്നില്ല. എല്ലാ ത്വരീക്കത്തുകളും അദ്വൈത അവതാരവാദം അടിസ്ഥാനമാക്കിയിട്ടാണ്. ഞാൻ അള്ളയാണ്, നീ അള്ളയാണ്, അവൻ അള്ളയാണ്, എല്ലാവരും അള്ളയാണ് എന്ന ഈ ശങ്കരാചാര്യരുടെ, ജൂത ക്രൈസ്തവരുടെ, അശ്അരിയാക്കളുടെ, ഷിയാക്കളുടെ, മാതുരിദികളുടെ, സൂഫികളുടെ ഈ വാദം എല്ലാ ത്വരീക്കത്തും അതാണ്. ഇതൊക്കെ കൊണ്ട് നടക്കുന്ന സമസ്ത എങ്ങനെയാണ് യഥാർത്ഥ അഹ്ലുസുന്ന അവകാശപ്പെടുക? അപ്പോൾ ഒരു വ്യർത്യ അവകാശം പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങിയത്. പിന്നെ മൂപ്പര് പറയാണ്, അവർ തന്നെ പരസ്പരം മുശ്രിക്കാക്കുകയും അവരവരുടെ തൗഹീദിലേക്ക് മറ്റ് ഗ്രൂപ്പുകാരെ ക്ഷണിക്കുന്നുമുണ്ട്. യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളെ ഉദ്ദേശിച്ച് ഇവർ പറയുകയാണ്. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം 1 നൂറ്റാണ്ടിലേറെയായി, 1 നൂറ്റാണ്ട് കഴിഞ്ഞു, 105 വർഷങ്ങൾ കഴിഞ്ഞു, 106 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും അതിൻ്റെ യഥാർത്ഥ വക്താക്കൾക്ക്, പ്രത്യേകം പറയുകയാണെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംവിധാനം, അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ധാരയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ്. ഈ 1 നൂറ്റാണ്ട് കാലമായി ഈ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞ തൗഹീദ്, പ്രമാണം, നിലപാടുകൾ, അതിൽ യാതൊരു മാറ്റമില്ല. അത് കളങ്കപ്പെടുത്താതെ, കേടുവരുത്താതെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ വിഭാഗത്തെ അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക എന്നതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു മർമ്മം കൂടി. പിന്നെ ഇനി നമ്മൾ നോക്കുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ ഈ മുശ്രിക്കാക്കുക ഇതൊക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ സമസ്ത വിഭാഗത്തിലെ പണ്ഡിതന്മാർ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കളെ പരസ്യമായി പിഴച്ചവരാക്കി, അതേപോലെ തന്നെ കാഫറുകളാക്കി, മുശ്രിക്കുകളാക്കി എഴുതി കൂട്ടി. എത്രയാണ് പച്ചക്ക് ജാഹിലിയത്തിൽ, അതാണ് അസ്ലിയായ കാഫറുകളെക്കാൾ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലെ കാഫറുകളെക്കാൾ മോശാന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ. അവരാണ് ഈ നിലക്കുള്ള കാര്യങ്ങൾ എഴുതി അവകാശപ്പെടുന്നത്. മാത്രവുമല്ല, ഇവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരിൽ പിന്നെ ശിർക്ക് വരൂല, പൊളിഞ്ഞു. 1 നൂറ്റാണ്ടായപ്പോഴേക്ക് സമസ്തക്ക് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പറയേണ്ടി വന്നു, ഇതാ കുഫറിൻ്റെ വാദം, ഷിർക്കിൻ്റെ വാദം, മുർത്തദ്ദായി പോകുന്ന വാദം എന്ന് സമസ്തയിൽപ്പെട്ട ആളുകൾ നോക്കി തന്നെ പറയേണ്ടി വന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? യഥാർത്ഥ ധാരയിൽ നിന്ന് അവർ പഴച്ചു മാറിയതുകൊണ്ടാണ്. ഇനി നമ്മൾ നോക്കുക, ഇപ്പോൾ സമസ്തൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് ഗ്രൂപ്പിക്കാണ് സമസ്ത ആളുകളെ വിളിക്കുന്നത്? AP വിഭാഗത്തെടുക്കുക, EK വിഭാഗത്തെടുക്കുക, പിന്നെ സാവിയത്ത് സൂഫിയ കുരുവട്ടൂരുകൾ എടുക്കുക, സമസ്ഥാനക്കാരെടുക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ പേച്ചു, നിങ്ങളത് ശിർക്കുണ്ട്, നിങ്ങളത് കുഫറുണ്ടെന്ന് വാദിച്ച് ആകപ്പാടെ ഒരു സകല കുലാവിയായൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ള ശരിക്കും. അങ്ങനെ തന്നെ പറയേണ്ടത്. ഇപ്പോൾ കൊടുത്ത കഴിവ് ഓൽക്ക് വേണ്ട,
പേരോട് മുസ്ലിയാർ പറയുന്നു കൊടുത്ത കഴിവെന്ന് പറയാൻ പറ്റില്ല, കൊടുക്കുന്ന കഴിവ്. പൊന്മള മുസ്ലിയാർ പച്ചക്ക് ഫത്വ കൊടുത്ത കഴിവ് ഔദാര്യമായി കൊടുത്തതാണ്. എന്നിട്ട് അതിന് എത്ര ആയത്തൊരു ദുർവ്യാഖ്യാനിച്ചു. എന്ത് ആ ആയത്ത് ഇന്ന് സമസ്തയിലെ ചില ആളുകൾക്ക് ഓതാൻ ഒരു പ്രയാസം? എന്തേ പ്രയാസം? അത് ഓതി പ്രസംഗിക്കുന്നവരെ മുർത്തദ്, കാഫിർ, മുഷിരിക്ക് നാക്കുന്ന അവസ്ഥയ്ക്ക് പേരോടക്കമുള്ളവരെത്തിയില്ലേ. പിന്നെ തീർന്നില്ല. ഇന്ന് മാലയിലെ കള്ളക്കഥകൾ സമസ്തക്ക് പറയാൻ കഴിയുമോ? കൊട്ട കെട്ടിയ കഥ, പഴയ മൊഹീദ്യം, പുതിയ മൊഹീദ്യം മാലയിലും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കുത്തുബിയത്തിലടക്കമുള്ള കഥയാണ് ഏത് കൊട്ട കെട്ടിയ കഥ എന്ന് പറയാൻ പറ്റുമോ? സി എം അടവൂരിൻ്റെ പേരിൽ എന്തൊക്കെ പ്ലെയിൻ തടുക്കുക, അതാക്കുക, ഇതാക്കുക, എന്തൊക്കെ പറഞ്ഞു. എന്താ അതെന്ന് പറയാൻ പറ്റാത്തത്? അത് പറഞ്ഞാൽ ഓൻ കുഫറിലായി, ഓൻ ഷിർക്കിലായി, മുർത്തദ്ദായി. പോകട്ടെ, വ്യാജ ഔലിയാക്കളെ പേരിൽ പറഞ്ഞു കൂട്ടിയ കള്ളക്കറാമത്തുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ 2023 പേരോട് സഖാഫിയും അലവി സഖാഫിയും പ്രത്യേക ക്യാമ്പയിനായിട്ട് ഇറങ്ങിയത്. സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലാണ് ക്യാമ്പയിനായിട്ട് ഇറങ്ങിയത്. നമ്മളിങ്ങനെയൊന്നും പറയാൻ പറ്റൂല, ആളുകളെ പരിഗണിക്കണം, സമൂഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയില്ലേ. എന്താ ഈ മുസ്ലിയാക്കന്മാർ അത് കാണാത്തത്? തീർന്നില്ല. ഷെയ്ത്വാനെ നന്നാക്കുക. പിന്നെ ഇയാൾ KVM പന്താവൂർ പരിഭാഷപ്പെടുത്തിയ സമ്പൂർണ്ണ മനുഷ്യൻ അബ്ദുൽ കരീം ജിയലി എന്ന സൂഫിയുടെ അൽ ഇൻസാനുൽ കാമിൽ പച്ച മലയാളത്തിലുണ്ട്. അതിലുള്ള സംഭവമാണ് ഈ പറയണത്. ഷെയ്ത്വാനെ നന്നാക്കൂത്തരെ. അതിനുള്ള കഴിവ് ആർക്കുണ്ട്? ഇവരെ കാഴ്ചപ്പാടിൽ ഔലിയാക്കൾക്ക് ഉണ്ട്. നമ്മൾ ചർച്ച കിട്ടൂ. ഇന്ന് സമസ്തയിൽ പൊരിഞ്ഞ യുദ്ധമാണ്. സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം, വലിയ യുദ്ധങ്ങൾ അവതരിപ്പിക്കണ പോലെയാണ് ഈ സമസ്തയിലെ ഈ യുദ്ധം. ആദർശ സംഘടനം, അതെ, ഇബ്ലീസിനെ നന്നാക്കാൻ പറ്റുന്ന ഒരാൾ, പറ്റൂല എന്ന് വേറൊരാൾ, പരസ്യ ചർച്ചയാണ്. ഇതാണ് ഇവരെ പോലുള്ള മുസ്ലിയാക്കന്മാർ കാണേണ്ടത്. ഇനി മാത്രവുമല്ല, ലോകം നിയന്ത്രിക്കൽ, അല്ലേ? മൊഹീദ്ദീൻ ഷെയ്ഖ് അടക്കമുള്ളവർ, റിഫായി ഷെയ്ഖ്, CM അടവൂർ എല്ലാം നിയന്ത്രിക്കും. കാന്തപുര ആയത്തൊരു ദുർവ്യാഖ്യാനിച്ചില്ലേ? ഒരു ബന്ധമല്ലാത്ത ആയത്തൊതിയാണ് ഷിയാക്കളെ പോലെ ദുർവ്യാഖ്യാനിച്ചില്ലേ? കയ്യോടെ പിടിച്ചു. ഇപ്പോൾ പേരോട് പരസ്യമായിട്ട് എതിർത്തു. അപ്പോൾ അതിൻ്റെ പേര് യുദ്ധം, അതിൽ വാഗ്വാദം നടക്കുന്നു. അതേപോലെ അബ്ദുൽ കരീം ജിയലിയുടെ വാദപ്രകാരം റബ്ബ്, ഇലാഹ് എന്തും പറയാം. അള്ളാഹിൻ്റെ നാമങ്ങളൊക്കെ ആർക്ക് വകവെച്ച് കൊടുക്കുക? ഇവർ ഔലിയാക്കൾക്ക് വകവെച്ച് കൊടുക്കുക. ഇത് സൂഫി എഴുതിയ കിതാബ്, അബ്ദുൽ കരീം ജിയലിയുടെ കിതാബ്. ആ കിതാബ് വെച്ച് മലക്കൂത്ത് വലിയ ചർച്ചയാണ്. മലക്കൂത്ത് എന്ന് ആരെ പറ്റി? CM അടവൂരിനെ പറ്റി. മലക്കൂത്ത് അർഷിൻ്റെയും കുർസിൻ്റെയും ഒക്കെ മുകളിലാണ് ആര്? CM അടവൂർ. ലൗഹുൽ മഹ്ഫൂദ് ഫുള്ള് നോക്കിയിരിക്കുക മൂപ്പര്. ഇന്ന് ചില ആൾക്കാർക്ക് അത് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഒരു പിന്നെ കുഫറിലാണ്, ഷിർക്കിലാണ്, മുർത്തദ്ദായി പോവുകയാണ്. അതേപോലെ തന്നെ പിന്നെ ഓരോന്നും നമ്മളെടുത്താൽ ഇതാണ് ഇന്ന് സമസ്തയുടെ കോലം. അപ്പോൾ പേരോട് മുസ്ലിയാർ അടക്കമുള്ളവർ എന്ത് ചെയ്തു? ഇതൊക്കെ ഒന്നിങ്ങനെ മാറി, ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞാൽ ഓൻ ഒന്നുകിൽ മുഷിരിക്കാണ്, അല്ലെങ്കിൽ കാഫിറാണ്, അല്ലെങ്കിൽ മുർത്തദ്ദാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററിൽ സെക്കൻഡ് നേരത്തെ ശ്വാസം വലിച്ച് ഇങ്ങനെ കിടക്കുകയാണ് സമസ്തയുടെ തൗഹീദ്. അത്രയും ഷിർക്കാണ് പൊട്ടിയ തൗഹീദ്. അപ്പം അത് ശരിക്ക് പലരും അങ്ങാടി ചർച്ചയാക്കിയത് കൊണ്ട് കുടുങ്ങിയിട്ട് ആകെ വലഞ്ഞിട്ടാണ് ഇവരെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പിന്നെ കാട്ടിക്കൂട്ടലുമായി ഇറങ്ങുന്നത്. ഏതായിരുന്നാലും അഹ്ലുസുന്നയുടെ യഥാർത്ഥ വക്താക്കൾക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ച് ഏക ആരാധ്യൻ അള്ളാഹ്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനോട്, സഹായം തേടേണ്ടത് അള്ളാഹിനോട്, എന്തും നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹിനോട്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതുപോലത്തെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ആര് വെട്ടിയാലും, തുരുമ്പ് പിടിച്ചാണി കൊണ്ട് ആര് കുത്തിയാലും ഇതിന് യാതൊരു പോറലും ഏൽക്കുകയില്ല. മരണം വരെ അത് മുറുകെ പിടിക്കും, പ്രചരിപ്പിക്കും എന്നാണ് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയാനുള്ളത്. തീർച്ചയായും. ഇതിൽ മുസ്തഫനെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഈ കാലാകാലങ്ങളിൽ നമ്മളിവിടെ തൗഹീദിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അപ്പോഴൊക്കെയും ഈ ശിർക്കൻ വാദങ്ങളും അതിനു വേണ്ടിയുള്ള ഇതൊക്കെ എന്താ വെച്ചാൽ വരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതാണ് അപ്പോൾ ഇത് ജാറങ്ങളായാലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കച്ചിത്തുരുമ്പായിട്ട് അവർ കൊണ്ടുവരുന്ന സാധനം ഇലാഹാണ് ഞങ്ങൾ വിശ്വസിക്കണില്ലല്ലോ എന്നുള്ളതാണ്. ഇലാഹാണ് എന്നുള്ളൊരു വിചാരം ഇല്ലാതാണെങ്കിൽ എന്തും ആരും വിളിക്കാം, എന്തും ചോദിക്കാം എന്നൊക്കെ, അത് നേരത്തെ പറഞ്ഞ കൊടുത്ത കഴിവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ കച്ചിത്തുരുമ്പുകൾ ഇവരുടെ അടുത്തുണ്ട്. എന്നാലേ ശിർക്കാവുള്ളൂ എന്നുള്ളൊരിത്. എന്താണ് ഇവരുടെ ഈ വാദങ്ങളുടെ അടിസ്ഥാനം? സാധാരണക്കാരായ ജനങ്ങളെ അതിവിദഗ്ധമായി പൊട്ടീസാക്കാനും ഇവർ പറയുന്നൊരു വാക്കാണ്
ഞങ്ങൾ ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി ആരാധിക്കുന്നില്ല. അങ്ങനെ ആരാധിച്ചാലേ ശിർക്കാവുള്ളൂ. അതുകൊണ്ട് ഇവർ എന്നിട്ടൊരു വികാരം അങ്ങോട്ട് ഇളക്കി വിടും. മഹാഭൂരിപക്ഷം വരുന്ന കേരള മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാക്കുന്ന വഹാബികൾ, അതിൻ്റെ അവസാനത്തെ ചിത്രമാണത്. എന്ത് അണികൾ ഇങ്ങനെ ബുദ്ധിയോടെ ചിന്തിച്ച് സോഷ്യൽ മീഡിയ പ്രചരിച്ചുകൊണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെപ്രാളത്തിലാണ് ഈ സത്യസംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന എന്തെല്ലാം കിമ്മിക്കുകൾ ഉണ്ടാക്കാതെ അതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അസ്തിത്വമില്ലാത്തൊരു ടീമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവരുടെ നിലനിൽപ്പ് തേടുകയാണ് യഥാർത്ഥത്തിൽ. അതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ കാലത്തും പറയുന്ന ഒന്നാണെന്ത്, ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി ആരാധിച്ചാലേ ശിർക്കാവുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലേ ശിർക്കാവുള്ളൂ, സഹായം തേടിയാലേ ശിർക്കാവുള്ളൂ. ഞങ്ങൾക്ക് ഇലാഹാണെന്നുള്ള വിശ്വാസമല്ല എന്നാ പറയാം. യഥാർത്ഥത്തിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഹ് എന്ന് പറയുന്നത് കിതാബ് എന്ന് പറയുന്നത് പോലെയാണ്, രണ്ടും ഒരേ വസന. അതായത് കിതാബ് എന്ന് പറഞ്ഞാൽ അൽ മക്തൂബ്, എഴുതപ്പെടുന്നതെല്ലാം കിതാബാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നതിനെയൊക്കെ അറബി ഭാഷയിൽ ഇലാഹ് എന്നാണ് വിളിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ആരാധന അള്ളാഹു അല്ലാത്തവരിലേക്ക് വഴിതിരിച്ചു വിട്ടാൽ അവൻ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹായി സ്വീകരിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. അത് ലാത്ത, ഉസ്സ, മനാത്ത, കൊഹല്, ഉറൂബ്, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി ഇവരൊക്കെ ആരാധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആരാധിക്കപ്പെട്ടതുകൊണ്ട് അവരെ അള്ളാഹു എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? ഇലാഹ്. ഇബ്രാഹിം നബിയെ ഇലാഹാക്കി വരും. അപ്പം അള്ളാഹിനെ പോലെ വേറൊരു അങ്ങനെയല്ല, അള്ളാഹുവിനെ പോലെ ഇലാഹായി കണ്ടുകൊണ്ട് എന്ന് പറയുന്നത് ഇലാഹാക്കി ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്ക്, ഖുർആനിൽ വിവിധ വചനങ്ങൾ കാണാം. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് സൃഷ്ടികളിലേക്ക് വഴിതിരിച്ചു വിട്ടാൽ അവൻ ആ സൃഷ്ടിയെ ഇലാഹാക്കി എന്നുള്ളതിൻ്റെ ഉപോത്ഫലകമായ ധാരാളക്കണക്കിന് തെളിവ്. ഇപ്പോൾ ഖുർആനിലെ സൂറത്തു ഗാഫിറിൻ്റെ 65-ാമത്തെ വചനം, ഹുവൽ ഹൈ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാത്ത ഇലാഹില്ല, അതുകൊണ്ട് ഫദ്ഊഹു, അവനെ നിങ്ങൾ ദുആ ചെയ്യണം. മുഖ്ലിസീൻ, നിഷ്കളങ്കരായി അള്ളാഹുവിന് മാത്രം ദുആ കൊടുത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇലാഹാക്കണം. കാരണം അള്ളാഹു മാത്രമാണ് ഇലാഹ്. എന്നാൽ ആ ദുആ മറ്റൊരാളിലേക്ക് തിരിച്ചു വിട്ടാൽ എന്താ സംഭവിക്കുക? വേറൊരു ഇലാഹിനെ സ്വീകരിച്ചു. അപ്പം ഞങ്ങൾ ഇലാഹാക്കണില്ല എന്ന് പറയുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിന് കൊടുക്കേണ്ട ദുആ, പ്രാർത്ഥന, സഹായത്തേട്ടം അത് മറ്റൊരു ഔലിയയിലേക്ക് വിട്ടുകൊടുത്താൽ അവൻ ആ ഔലിയയെ ഇലാഹാക്കി കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഇവരെന്ത് ചെയ്യണം? മറച്ചു വെക്കണം. ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൻ്റെ 19, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് വസ്തഗ്ഫിർ ലി ദംബിക്, നിൻ്റെ പാപത്തിൽ നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. അപ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന തേട്ടം ആർക്ക് കൊടുക്കണം? പാപമോചന തേട്ടം പടച്ചവന് കൊടുക്കണം. കാരണം എന്താ? അള്ളാഹുവാണ് ഇലാഹ്. അപ്പോൾ ഒരാൾ മുഹമ്മദ് നബിയോട് ഞങ്ങൾ തെറ്റു ചെയ്തു പോയി, ഞങ്ങളോട് പൊറുക്കണ തങ്ങളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇസ്തിഗ്ഫാറിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് വഴിതിരിച്ചു വിടുക വഴി അള്ളാഹു അല്ലാത്തതിനെ ഇലാഹായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനിലെ സൂറത്തു ഹശ്ർ 22, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. കാരണം എന്താ? അവനാണ് അദൃശ്യമറിയുന്നവൻ. അദൃശ്യമറിയുക എന്ന കഴിവ് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരാൾ വകവെച്ചു കൊടുത്താൽ അത് CM-നുണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ CM അറിയാതെ ഒരു ഇല പോലും ഇവിടെ പൊഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കി, അള്ളാഹു അറിയുന്ന ഗൈബിയായ കാര്യങ്ങൾ ഒരു സൃഷ്ടിക്കറിയാം എന്ന് വകവെച്ചു കൊടുത്താൽ അവൻ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തവക്കുൽ അള്ളാഹു എന്ന ഇലാഹിന് കൊടുക്കണം. ആ തവക്കുൽ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹായി സ്വീകരിച്ചു. ഖുർആൻ എത്ര വ്യക്തമാണ്, ഇന്നമാ ഇലാഹുക്കുമുൽ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ വസിഅ കുല്ല ഷൈഇൻ ഇൽമ, എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഇൽമ് നിറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹു അറിയുന്നത് പോലെ ഇവിടെ വേറുള്ളവർ അറിയും എന്ന് പടച്ച റബ്ബിൻ്റെ കഴിവുകൾ വകവെച്ചു കൊടുത്താൽ പടച്ച റബ്ബല്ലാത്തതിനെ ഇലാഹാക്കി. അപ്പം ഞങ്ങൾ ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഇവർക്ക് ഈ കഴിവ് വകവെച്ചു കൊടുക്കുന്നത്. ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഞങ്ങൾ ദുആ ചെയ്യണത്. ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പറയുന്നത് പാമര മനുഷ്യരെ പറ്റിക്കലാണ്.
വൈരുദ്ധ്യാണ് വൈരുദ്ധ്യ ചെയ്യണ അതാണ്, പക്ഷേ എന്നിട്ട് പറയുകയും ചെയ്യാം. യെസ്, അള്ളാഹു അല്ലാത്തതിലേക്ക് ആരാധന വഴി തിരിച്ചുവിടുക വഴി അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അതീവ ജാഗ്രത സത്യവിശ്വാസികൾ ഈ വിഷയത്തിൽ പുലർത്തിയിട്ടില്ലെങ്കിൽ ഈ ഒരു കളവ് പറച്ചിലിൽ അവരും ഇരകളായി മാറും എന്നുള്ളതാണ് എൻ്റെ വസ്തുത. തൗഹീദ് എന്ന് പറഞ്ഞത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. അതിനെ എങ്ങനെയൊക്കെ വക്രീകരിച്ച് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നുള്ളൊരു റിസർച്ചിൻ്റെ ഉസ്താദുമാരായിട്ട് ഇവർ മാറുമ്പോൾ മുസമ്മദ് മുസസലയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം ജാഗരൂകരാവുക, ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് വഴിയുള്ളൂ. അതോടൊപ്പം ശിർക്ക് പോലെയുള്ള വൻപാപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഉണർത്തിയ സംഗതിയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ സംഗതി കൂടിയാണ്. അത് ഒരു പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യുക അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി.